ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ നെയ്പത്തിരിയാണ്, അതായത് പൊരിച്ച പത്തിരി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, നല്ല പെരിഞ്ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ഒക്കെ കൂടിയുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഈ നെയ്പത്തിരിക്ക്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പം നെയ്പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ളൊരു ഗ്ലാസ്സിൽ 1 കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തരിയുള്ള പുട്ടിൻ്റെ പൊടിയാണിത്. അപ്പോൾ ഈ പുട്ടിൻ്റെ പൊടി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇടുവാണ്. അപ്പോൾ ആ പുട്ടിൻ്റെ പൊടിയിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഉപ്പ് ഇട്ടു, പുട്ടിൻ്റെ പൊടിയായി. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നല്ല തിളക്കുന്ന വെള്ളമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഗ്യാസിന് മുകളിൽ നിന്ന് എടുത്ത് തിളക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഞാൻ ഇതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ പുട്ടിൻ്റെ പൊടി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണിത്. അപ്പോൾ ആ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ഗ്ലാസും കൂടെ വെള്ളം ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം കൈ കൊണ്ട് തൊടാൻ പറ്റൂല, കാരണം നല്ല ചൂടാണ്. അപ്പം നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിൽ കാണുമ്പോൾ ആദ്യം വെള്ളമായിട്ട് തോന്നും, പക്ഷെ കണ്ടില്ലേ ഇപ്പം തന്നെ ഇത് കട്ടയായി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിന് ആവശ്യമുള്ള തേങ്ങ അരക്കുന്ന സമയം വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതായത് നമുക്കിത് കൈ കൊണ്ടൊന്ന് തൊടാൻ പറ്റണം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പത്തിരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 8 ടേബിൾ സ്പൂൺ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്. ചെറിയ ജീരകമല്ല, വലിയ ജീരകം. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ വലിയ ജീരകമാണ് പൊരിച്ച പത്തിരിക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് തേങ്ങയും ചുമന്നുള്ളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. ജീരകവും നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചെറിയ ജീരകം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോഴും നല്ല ചൂടുണ്ട്, അത്യാവശ്യം ചൂടുണ്ട്, പക്ഷെ കൈ കൊള്ളുന്നില്ല എന്ന് മാത്രം. വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കുഴച്ചു, പക്ഷെ കുറച്ച് വെള്ളം കുറവാണ്, കുറച്ച് കട്ടിയായിട്ട് മാവ് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കയ്യിലാക്കിയിട്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിതൊരു 15 മിനിറ്റ് ഇത് നന്നായിട്ട് കുഴച്ചു. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കുഴച്ചിട്ട്. ഇപ്പോൾ കയ്യിലൊന്നും അധികം പറ്റുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് പരത്തിയെടുക്കണം. വെയിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പരത്തിയെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം. പിന്നെ പരത്തിയിട്ട് ഓരോന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി, 1-2 എണ്ണം. കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും. നമ്മൾ അതായത് എല്ലാം പരത്തി വെച്ചിട്ട് ചുടാൻ തന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ഓരോന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം, 1-2. എന്നിട്ട് ബാക്കി അടച്ചു വെച്ചാൽ മതി. അപ്പോൾ പത്തിരി പരത്തിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലുള്ളൊരു ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ. ഇത് ഇത്രയുള്ള. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു കവറിലെടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി. ആ കവറിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം ഈ കവറിൻ്റെ മറ്റേ ഭാഗം ഇങ്ങനെ അടച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ പത്തിരി ഇതുപോലെ ആവും. ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടി കുറഞ്ഞിട്ടാകാൻ പാടില്ല, അത്യാവശ്യം കട്ടി വേണം. കണ്ടില്ലേ? അത്യാവശ്യം കട്ടി വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് മുറിച്ചെടുത്താൽ മതി, ഏതെങ്കിലും ഒരു പാത്രം ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് ഞാനൊരു ട്രേയിലേക്ക് വെക്കുവാണ്. ഇനി അടുത്തത് ഒന്നും കൂടെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുവാണ്. എന്നിട്ട് നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഇതുപോലെ ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കൈവച്ചൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചിട്ട് ജസ്റ്റ് ഈ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇങ്ങനെയാണ് നമ്മൾ ഇത് പരത്തേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയാലും മതി. കയ്യിൽ തന്നെ വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനത്തെ ഒരു കവറൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ളൊരു ഉണ്ടയാക്കിയിട്ട് ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. കുറച്ച് ചെറുതായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ കൈക്ക് ഇതിന് കണക്കായിട്ടുള്ളത് എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പത്തിരിയുടെ പ്രഷർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇങ്ങനെയും ഉണ്ടാക്കാം. അപ്പം നമുക്കിതിന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാവണമെന്നൊക്കെ ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് പൊങ്ങി വരുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പത്തിരി ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ഫുള്ള് ബോൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് തീ കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളും കൂടെ വേവണം. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് മാത്രം ക്രിസ്പി ആയിട്ട് കളർ മാറിയിട്ട് ഉള്ളു വേവില്ല. അപ്പോൾ കുറച്ച് തീ കുറച്ച് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇത് രണ്ട് സൈഡും ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ കണ്ണൂരിലെ ഈ നെയ്പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കളർ മാറി വരുന്നുണ്ട്. ഈ കളറിൽ കിട്ടണം നമുക്ക്. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കളർ ചേഞ്ച് ആവും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പക്ഷെ പത്തിരിയുടെ ഒരു കറക്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നെയ്പത്തിരിയുടെ ഒരു കറക്റ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇപ്പൊ കണ്ടില്ലേ, രണ്ടും നല്ല കളറൊക്കെ മാറിയിട്ട് നല്ല ബോള് പോലെയായിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പത്തിരി. അപ്പൊ ഞാനിതിവിടെ വാങ്ങുവാണ്. വാങ്ങിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലോട്ട് ഇത് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ മീഡിയം ഫ്ലെയിമിലാക്കിയ തീ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അടുത്ത പത്തിരി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതും അതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ആ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് ലോ ആക്കിയാൽ മതി, അല്ലെങ്കിൽ മീഡിയം. അത് നമ്മുടെ ചട്ടി അനുസരിച്ചും ഇരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന. നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് പെട്ടെന്ന് ചൂടാവില്ല. ഇതുപോലെയുള്ള പാത്രം പെട്ടെന്ന് ചൂടാവും. അപ്പൊ ഞാനിതിവിടെ വാങ്ങുവാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തണം. കട്ടിയായിട്ട് പരത്തിയാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് നേരിയായിട്ട് പരത്തിയാൽ കിട്ടൂല. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. എനിക്കിതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുള്ളതും നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി.
അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്